ഹായ് മക്കളെ, ഹലോ. ഞാൻ ഡോക്ടർ ബിലാൽ മുഹസിൻ. മക്കളെ, നമ്മുടെ നീറ്റ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയയാണ് ഹ്യൂമൻ ഫിസിയോളജി. ആ ഹ്യൂമൻ ഫിസിയോളജിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. നമുക്ക് ഇവിടെ നിന്ന് 1 to 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഭയങ്കര എളുപ്പത്തിൽ പഠിക്കാം, ഭയങ്കര ഇൻട്രസ്റ്റിംഗുമാണ്. എന്നാൽ 1 to 2 ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും കിട്ടാൻ പോകുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ അടുത്ത വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ച് തീർക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ആനിമൽ കിങ്ഡത്തിലെ വ്യത്യസ്ത ജീവികളുടെ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ആനിമൽ കിങ്ഡം, റൈറ്റ്? സോ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. മെക്കാനിസം ഓഫ് ബ്രീത്തിങ് വേരി എമംഗ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്. വ്യത്യസ്ത ജീവികളുടെ ബ്രീത്തിങ് മെക്കാനിസം. ഇപ്പോൾ നമ്മൾ ലങ്സ് ആണെങ്കിൽ ഫിഷസ് ഗിൽസ് ആണ്, വേറെ ചിലർ ട്രക്കിയൽ ട്യൂബ്യൂൾസ് ആണ്. സോ എങ്ങനെയാണ് ജീവികളുടെ ഈ ഓരോ ജീവികൾക്കും ഓരോ വ്യത്യസ്ത തരത്തിലുള്ള റെസ്പിറേഷൻ ആവുന്നത്? അത് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒന്ന് അവരുടെ ഹാബിറ്റാറ്റ്, രണ്ട് അവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇത് NCERT ഒരു ലൈനാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ്. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ ആനിമൽ കിങ്ഡത്തിൽ പഠിക്കുന്നതാണ്. ഇനി ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗമാണ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? എക്സ്റ്റേണൽ നോസ്ട്രിൽ, പിന്നെന്താ നാസൽ പാസേജ്, നമ്മുടെ മൂക്കിൻ്റെ പാസേജ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലൊരു ചേംബർ ഉണ്ട്, ദാറ്റ് ഈസ് നേസൽ ചേംബർ. ഈ ചേംബർ നേരെ വരുന്നത് എങ്ങോട്ടാണ് അറിയുക? ഈ ഏരിയയിലേക്കാണ്. നമ്മൾ വായ തുറന്ന വായയുടെ അറ്റത്ത് കാണുന്ന ആ ഒരു ഏരിയ ഇല്ലേ, ദിസ് ഈസ് കോൾഡ് ഫാരിങ്സ്, കോമൺ ഫോർ ഫുഡ് ആൻഡ് എയർ. ഫാരിങ്സ് കഴിഞ്ഞ അടുത്ത പോർഷൻ ചെയ്യേണ്ട ഇതാടാ, ദിസ് ഈസ് കോൾഡ് ലാരിങ്സ്. എന്താ വിളിക്കുക? ലാരിങ്സ്. ലാരിങ്സിൻ്റെ ഉള്ളിലുള്ള ഫുഡ് ബാക്കിലോട്ട് ഇതിലൂടെയാണ് ഈസോഫാഗസിലേക്ക് പോവുക. എനിവേ ഈ ലാരിങ്സ് ആണ് അടുത്ത പോർഷൻ കേട്ടോ. ഫാരിങ്സ് കഴിഞ്ഞാൽ ലാരിങ്സ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സൗണ്ട് ബോക്സ്, സൗണ്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. ഈ ലാരിങ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പേസ്, അതിലൂടെയാണ് എയർ എങ്ങോട്ട് പോകുന്നത്? നമ്മുടെ ട്രക്കിയ അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്. ദാറ്റ് സ്പേസ് ഈസ് കോൾഡ് ഗ്ലോട്ടിസ്. ഓക്കെ, ദ ഓപ്പണിംഗ് ഓഫ് ലാരിങ്സ് ത്രൂ വിച്ച് എയർ എൻ്റർ ടു ട്രക്കിയ. ഓപ്പണിംഗ് ലാരിങ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ഓട്ടയാണ്, ഓപ്പണിംഗ് ആണ്. ലാരിങ്സ് ഇതാണെങ്കിൽ, ഇത് ലാരിങ്സ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഓട്ട. ഓക്കെ, ദിസ് ഈസ് ലാരിങ്സ്. അതിൻ്റെ ഉള്ളിലുള്ള ഓട്ടയാണ് ആര്? നമ്മുടെ ശബ്ദം ഉണ്ടാക്കുന്ന വോക്കൽ കോഡ് ഉണ്ടല്ലോ, സ്വനപുടങ്ങൾ എന്നൊക്കെ പറയും, വോക്കൽ കോഡ്. അതിങ്ങനെ ഉണ്ടാവുക, ലാരിങ്സിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. സോ ദിസ് ഈസ് കോൾഡ് ഗ്ലോട്ടിസ്. ഓക്കെ, ആ ഗ്ലോട്ടിസിലേക്ക് ഫുഡ് പോകുന്നത് തടയാൻ വേണ്ടി, ഇപ്പോൾ ലാരിങ്സ് അത് കഴിഞ്ഞാൽ ട്രക്ക് ചെയ്യുക കേട്ടോ. ലാരിങ്സ് അത് കഴിഞ്ഞാൽ ട്രക്ക് ചെയ്താണ് നമ്മുടെ പാസേജ്. ഓക്കെ, ലുക്ക്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് ഇതിലേക്ക് കയറി പോകാനുള്ള സാധ്യത ഉണ്ട്. അത് തടയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇലാസ്റ്റിക് കാർട്ടിലേജ് കൊണ്ട്, നമ്മുടെ ബോഡി പലതരം കാർട്ടിലേജ് ഉണ്ട്, പക്ഷെ ഇലാസ്റ്റിക് കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്ലാപ്പ് ഇവിടെ ഉണ്ട്, ദാറ്റ് പ്രിവെൻറ്റ് എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ഗ്ലോട്ടിസ്. സോ ദാറ്റ് ഈസ് കോൾഡ് എപ്പിഗ്ലോട്ടിസ്. എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ഇലാസ്റ്റിക് കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ സ്ട്രക്ചറാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ട്രക്കിയയിലെത്തി. ഇനി നോക്ക്, നമ്മുടെ ട്രക്കി ഇങ്ങനെ താഴോട്ടേക്ക് പോകും. എന്നിട്ട് നമ്മുടെ 5th thoracic വെർട്ടിബ്രയുടെ ലെവലിൽ വെച്ചിട്ട് ഇറ്റ് ഡിവൈഡ് ടു ഫോം പ്രൈമറി ബ്രോങ്കസ്. എന്താണ്? ഇറ്റ് ഡിവൈഡ് ടു ഫോം പ്രൈമറി ബ്രോങ്കസ്. ഈ പ്രൈമറി ബ്രോങ്കസുകൾ നോക്കടാ, ഈ പ്രൈമറി ബ്രോങ്കസുകൾ വീണ്ടും ഡിവൈഡ് ചെയ്യും ടു ഫോം സെക്കൻഡറി ബ്രോങ്കസ്. സെക്കൻഡറി ബ്രോങ്കസുകൾ വീണ്ടും ഡിവൈഡ് ചെയ്യും ടു ഫോം ടേർഷ്യറി ബ്രോങ്കസ്. ടേർഷ്യറി ബ്രോങ്കസുകൾ വീണ്ടും ഡിവൈഡ് ചെയ്യും ടു ഫോം ഇനീഷ്യൽ ബ്രോങ്കിയോൾസ്. ഇനീഷ്യൽ ബ്രോങ്കിയോൾ വീണ്ടും ഡിവൈഡ് ചെയ്യും ടു ഫോം ടെർമിനൽ ബ്രോങ്കിയോൾസ്. ഈ ടെർമിനൽ ബ്രോങ്കിയോളിലേക്ക് കണക്റ്റ് ആയിട്ടാണ് ഇറഗുലർ വാൾഡ് ആയിട്ടുള്ള ബാഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ആര് കണക്റ്റ് ആയിട്ടുള്ളത്? ആൽവിയോളസ് കണക്റ്റ് ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, നമ്മുടെ ട്രക്കിയ മുതൽക്ക് നമ്മൾ നേരെ താഴെ വന്ന ഇനീഷ്യൽ ബ്രോങ്കിയോൾ വരെയുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കണ്ടോ റിങ്ങുകൾ കാണാൻ പറ്റുന്നില്ലേ? യു ക്യാൻ സി ഷേപ്പ്ഡ് കാർട്ടിലേജിനസ് റിങ്സ്. കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ സി ഷേപ്പ്ഡ് റിങ്ങുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സിമ്പിളാണോ? വളരെ സിമ്പിളാണ് അല്ലേ? ഇനി നോക്ക്, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ നമ്മുടെ നോസ്ട്രിൽ മുതൽ ടെർമിനൽ ബ്രോങ്കിയോൾ വരെയുള്ള ഇതുവരെയുള്ള ഈ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്റ്റിംഗ് സോൺ. എന്താ വിളിക്കുക? കണ്ടക്റ്റിംഗ് സോൺ. ആ ഭാഗത്തിൻ്റെ ആകെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, കാര്യമായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എയറിനെ നേരെ ഈ ആൽവിയോളസിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് കോൾഡ് കണ്ടക്റ്റിംഗ് സോൺ. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ആൽവിയോളസ് ഉണ്ടല്ലോ മക്കളെ, ഈ ആൽവിയോളസിൽ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബ്ലഡിലേക്ക് ഓക്സിജൻ കയറി പോകുന്നതും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ നിന്ന് പുറത്തോട്ട് വരുന്നതും. സോ ദാറ്റ് ആക്ച്വലി ടേക്സ് പ്ലേസ് ഇൻ ദ ആൽവിയോളസിൽ മാത്രമല്ല ഈ ഒരു ഭാഗം. ദിസ് ഈസ് കോൾഡ് ആൽവിയോളാർ ഡക്റ്റ്. ആൽവിയോളസിലും ആൽവിയോളസിൻ്റെ ഡക്റ്റിലുമാണ് യഥാർത്ഥത്തിൽ ഒരു എക്സ്ചേഞ്ച് സംഭവിക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് എക്സ്ചേഞ്ച് സോൺ ഓർ റെസ്പിറേറ്ററി സോൺ. ആൽവിയോളസും അതിൻ്റെ ഡക്റ്റുകളും. നോസ്ട്രിൽ ടു ടെർമിനൽ ബ്രോങ്കിയോൾ കണ്ടക്റ്റിംഗ് സോൺ. ക്ലിയർ ആണല്ലോ? സിമ്പിൾ. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ളൊരു ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് പോസ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. സാറ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യൂല കേട്ടോ ഈ വീഡിയോയിൽ, കാരണം ഞാൻ പോസ് ചെയ്യും, യു വിൽ ആൻസർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പോസ് ചെയ്യുക,
ഞാൻ പോസ് ചെയ്യല്ല, ഐ എം സോറി, നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് പോസ് ആൻഡ് ട്രൈ ടു ആൻസർ. ഓക്കെ, അങ്ങനെ ആയിരിക്കണം. ഇനി നോക്ക്, വാട്ട് ഈസ് ലെങ്? ലെങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ദ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ബ്രോങ്കൈ, ബ്രോങ്കിയോൾ ആൻഡ് ആൽവിയോളസ്. ബ്രോങ്കസും ബ്രോങ്കിയോൾ ആൽവിയോളുള്ള ഈ ബ്രാഞ്ചിങ് നെറ്റ്വർക്കാണ് എന്ത്? ലെങ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലെങ്ങിനെ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, 2 ലെയറുള്ള പ്ലൂരയാണ് നമ്മുടെ ലെങ്ങിനെ കവർ ചെയ്യുന്നത്. ഡബിൾ ലെയർഡ് പ്ലൂര. ഔട്ടർ പ്ലൂരയുണ്ട്, ഇന്നർ പ്ലൂരയുണ്ട്. അത് രണ്ടിൻ്റെയും ഇടയിൽ എന്തുണ്ട്? പ്ലൂരൽ ഫ്ലൂയിഡ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇന്നർ പ്ലൂര ലെങ്ങുമായിട്ട് കോൺടാക്റ്റിലാണെങ്കിൽ ഔട്ടർ പ്ലൂര നമ്മുടെ തൊറാക്സിൻ്റെ വാളുമായിട്ടാണ് കോൺടാക്റ്റിൽ. ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ദാറ്റ്സ് ഇറ്റ്, യു ക്യാൻ ആൻസർ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷൻ. നമ്മുടെ റെസ്പിറേഷനിൽ എന്തൊക്കെ സ്റ്റെപ്പാണ് ഉള്ളത്? വാട്ട് ഈസ് റെസ്പിറേഷൻ? നമ്മൾ അന്തരീക്ഷത്തിലെ എയറിനെ എടുക്കുന്നു, ആ എയറിലെ ഓക്സിജൻ നമ്മുടെ സെല്ലുകളിൽ, ഓക്സിജൻ മാത്രം ബ്ലഡിലേക്ക് എത്തുന്നു. നമ്മൾ വലിച്ചെടുക്കുന്ന എയറാണ്, ഓക്സിജൻ അല്ല, എയറാണ്. ആ എയറിൽ ഓക്സിജൻ മാത്രം ബ്ലഡിലേക്ക് പോകുന്നു. ആ ഓക്സിജൻ ബ്ലഡിലൂടെ ടിഷ്യൂകളിലെത്തുന്നു. ടിഷ്യൂകൾ അതിനുപയോഗിച്ചിട്ട് എനർജി ഉണ്ടാക്കുന്നു. തൽഫലമായിട്ട് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലേക്ക് തന്നെ വരുന്നു. അത് ബ്ലഡിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ലങ്ങിലേക്ക് എത്തുന്നു. നമ്മൾ അതിനെ പുറന്തള്ളുന്നു. ദിസ് എൻ്റയർ പ്രോസസ് റെസ്പിറേഷൻ. അപ്പോൾ അതിലെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ എയറിനെ എടുക്കുന്നു, എയറിനെ വിടുന്നു. ദാറ്റ് ഈസ് ബ്രീത്തിങ് ഓർ പൾമണറി വെന്റിലേഷൻ. എയറുമായിട്ടുള്ള പരിപാടി അല്ലേ? സോ ബ്രീത്തിങ് ഓർ പൾമണറി വെന്റിലേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഹിയർ. നമ്മൾ പുറത്തോട്ട് ഉള്ളിലോട്ട് എയറിനെ വിടുന്നു. ബട്ട് ഈ സെക്കൻഡ് സ്റ്റെപ്പ്, എയറിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് പോകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ വരുന്നു. ദാറ്റ് ഈ സെക്കൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ആൽവിയോളാർ എയർ ആൻഡ് ബ്ലഡ് അല്ലേ, അല്ലെങ്കിൽ ബിറ്റ്വീൻ ആൽവിയോളസ് ആൻഡ് ബ്ലഡ്. സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഇങ്ങനെ എത്തുന്ന ഓക്സിജൻ ബ്ലഡിലൂടെ സഞ്ചരിച്ച് ടിഷ്യൂലേക്ക് പോകണം. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കണം. ആരുമായിട്ട്? ടിഷ്യൂവുമായിട്ട്. ടിഷ്യൂവിന് ഓക്സിജൻ കൊടുക്കുക, ടിഷ്യൂവിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരികെ എടുക്കുക. അതാണ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. അവസാനത്തെ സ്റ്റെപ്പ് എന്താ? ടിഷ്യൂ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കുക കുട്ടികളെ? മെറ്റബോളിസം നടത്തുക. അതിൻ്റെ ഫലമായിട്ട് എനർജി ഉണ്ടാവുക പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ദാറ്റ് ഈസ് കോൾഡ് സെല്ലുലാർ റെസ്പിറേഷൻ. സോ ദീസ് ആർ ദ 5 സ്റ്റെപ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓരോ സ്റ്റെപ്പും എങ്ങനെ നടക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ സ്റ്റെപ്പും എങ്ങനെ നടക്കുന്നു. അതിൽ തന്നെ ബ്രീത്തിങ് ഓർ പൾമണറി വെന്റിലേഷൻ എങ്ങനെ നടക്കുന്നത്? സിമ്പിളാണ്. ബൈ ക്രിയേറ്റിംഗ് എ പ്രഷർ ഗ്രേഡിയൻറ്റ്. എപ്പോഴും എയർ ഹൈ പ്രഷർ ടു ലോ പ്രഷറിലേക്കാണ് പോവുക. അപ്പോൾ എയർ ലെങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ലെങ്ങിൻ്റെ ഉള്ളിലെ പ്രഷർ കുറയ്ക്കുക. വെൻ ഇൻട്രാ പൾമണറി പ്രഷർ ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, എയർ എൻ്റർ ദ ലങ് അല്ലേ, ഇൻസ്പിരേഷൻ. വെൻ ഇൻട്രാ പൾമണറി പ്രഷർ മോർ ദാൻ, ലെങ്ങിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടുക അന്തരീക്ഷത്തെക്കാൾ, അപ്പോൾ കൂടുതൽ ലെങ്ങിൻ്റെ ഉള്ളിലാണ്, അവിടുന്ന് പുറത്തോട്ട് പോകും. ദാറ്റ് ഈസ് എക്സ്പിരേഷൻ. ഇൻട്രാ പൾമണറി പ്രഷർ മോർ ദാൻ അറ്റ്മോസ്ഫിയർ, ദെൻ എക്സ്പിരേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് ബൈ ക്രിയേറ്റിംഗ് എ പ്രഷർ ഗ്രേഡിയൻ്റ്, ഒരു പ്രഷർ വ്യത്യാസം ക്രിയേറ്റ് ചെയ്യുകയാണ് ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ലങ് ക്യാവിറ്റി. വാട്ട് ഈസ് ലങ് ക്യാവിറ്റി? ലങ്ങിൻ്റെ ഉള്ളിലുള്ള സ്പേസ് ഇല്ലേ, കുറേ ആൽവിയോളസുകളുടെ ഉള്ളിൽ സ്പേസ് അല്ലേ, ദാറ്റ് ഈസ് കോൾഡ് ലങ് ക്യാവിറ്റി ഓർ പൾമണറി ക്യാവിറ്റി. ലങ്ങിൻ്റെ ഉള്ളിലുള്ള സ്പേസുകളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ്. അപ്പോൾ ആ പൾമണറി ക്യാവിറ്റിയിലെ എയറും അന്തരീക്ഷത്തിലെ എയറും തമ്മിലൊരു പ്രഷർ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. ഇനി എങ്ങനെ പ്രഷർ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കുക? വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഓക്കെ, നമ്മൾ ലങ്ങിൻ്റെ വോളിയം കൂട്ടുക, അപ്പോൾ ലങ്ങിൻ്റെ ഉള്ളിലെ പ്രഷർ കുറയും, അപ്പോൾ ലങ്ങിലേക്ക് എയർ കയറി വരും. ഇനി ലങ്ങിൻ്റെ വോളിയം കുറക്കുക, അപ്പോൾ ലങ്ങിൻ്റെ ഉള്ള പ്രഷർ കൂടും. വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ലങ്ങിൻ്റെ വോളിയം കുറക്കുക, അപ്പോൾ പ്രഷർ കൂടും, അപ്പോൾ എയർ പുറത്തോട്ട് പോകും. ഇതെങ്ങനെ സാധ്യമാവുന്നതെന്ന് അറിയാം. നമുക്കൊരിക്കലും ലങ്ങിനെ നേരിട്ട് വലുതാക്കാനോ ചെറുതാക്കാനോ പറ്റൂല. ബട്ട് അവർ ലങ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ തൊറാസിക് ക്യാവിറ്റി. തൊറാസിക് ക്യാവിറ്റിയുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനി ചേഞ്ച് ഇൻ തൊറാസിക് വോളിയം വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ലങ് വോളിയം. തൊറാക്സിൻ്റെ വോളിയം കൂടിയ ലങ് വോളിയം കൂടും, തൊറാക്സിൻ്റെ വോളിയം കുറഞ്ഞാൽ ലങ് വോളിയം കുറയും. സോ ഈ തൊറാസിക് ക്യാവിറ്റിയുടെ ബൗണ്ടറീസ് എന്തൊക്കെയാണ്? വെൻട്രലി സ്റ്റേൺ ഉണ്ട് ഓർ ആൻറ്റീരിയർലി, ഡോർസലി അല്ലെങ്കിൽ പോസ്റ്റീരിയർലി വി ഹാവ് വെർട്ടിബ്രൽ കോളം, ലാറ്ററലി റിബ്സ് ഉണ്ട്, ഇൻഫീരിയർലി വി ഹാവ് ഡോം ഷേപ്ഡ് ഡയഫ്രം അല്ലേ. ദാറ്റ്സ് ഇറ്റ്. ഇനി എക്സാക്ട്ലി എങ്ങനെയാണ് സംഭവിക്കുന്നത്? തൊറാക്സിൻ്റെ വോളിയം കൂട്ടുക, അപ്പോൾ ലങ് വോളിയം കൂടും അല്ലേ. തൊറാക്സിൻ്റെ വോളിയം നമ്മൾ എങ്ങനെ കൂട്ടുക? ആദ്യം തന്നെ ഈ ഡയഫ്രം അങ്ങോട്ട് കൺട്രാക്ട് ചെയ്യും. ഡയഫ്രം ഇങ്ങനെയാണുള്ളത്, അത് കൺട്രാക്ട് ചെയ്യുമ്പോൾ താഴോട്ട് പോകും. അപ്പോൾ തൊറാക്സിൻ്റെ വോളിയം കുറച്ച് കൂടിയില്ലേ, ഇങ്ങനെയുള്ളത് ഇങ്ങനെ ആകുമ്പോൾ ഈ തൊറാക്സിൻ്റെ വോളിയം കൂടുകയാണല്ലേ ഇയാൾ താഴോട്ട് പോകുമ്പോൾ. സോ കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ആണ് ആദ്യം സംഭവിക്കുക. അടുത്തത് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ. ഇൻ്റർകോസ്റ്റൽ എന്ന് മാത്രം പഠിച്ചാൽ പോരെ, എക്സ്റ്റേണൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽ കൺട്രാക്ട് ചെയ്യും, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് പൊന്തും, അപ്പോഴും വോളിയം കൂടും. അപ്പോൾ തൊറാസിക് വോളിയം ഇൻക്രീസസ്, അപ്പോൾ ലങ് വോളിയവും കൂടും, പ്രഷർ കുറയും, ഇൻസ്പിരേഷൻ, എയർ ഉള്ളിലേക്ക് കയറും അല്ലേ. ഇനി വാട്ട് ഈസ് എക്സ്പിരേഷൻ? ഈ കോൺട്രാക്റ്റ് ആയിട്ടുള്ള ആളുകൾ റിലാക്സ് ചെയ്യും. അപ്പോൾ ഡയഫ്രം റിലാക്സ് ചെയ്യുമ്പോൾ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരും, ഇങ്ങനെ പോയാൽ ഇങ്ങോട്ടേക്ക് തന്നെ വരും, വോളിയം കുറഞ്ഞു. ഇനി ഇൻ്റർകോസ്റ്റൽ റിലാക്സ് ചെയ്യുമ്പോൾ താഴോട്ടേക്ക് തന്നെ വരും, വോളിയം കുറഞ്ഞു അല്ലേ. ഇങ്ങനെ ആവും, വോളിയം കുറഞ്ഞു, ഇങ്ങനെ കൂടിയത് ഇങ്ങനെ കുറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ തൊറാസിക് വോളിയം കുറയും, അപ്പോൾ ലങ് വോളിയവും കുറയും, അപ്പോൾ ഇൻട്രാപൾമണറി പ്രഷർ കൂടും, എക്സ്പിരേഷൻ. സോ ദിസ് ഈസ് ദ മെക്കാനിസം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് പോസ് ആൻഡ് ആൻസർ. ഓക്കെ, ഇതും ജസ്റ്റ് പോസ് ആൻഡ് ആൻസർ, ഇനി ഞാൻ പറയില്ല. അടുത്താണ് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. നമ്മൾ ഈ പറഞ്ഞ ഈ ബ്രീത്തിങ്ങിൽ നമ്മൾ ഉള്ളിലേക്കും പുറത്തോട്ടൊക്കെ എടുക്കുന്ന എയറിൻ്റെ വോളിയങ്ങളെ നമുക്കൊരു മെഷീൻ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റും. ദാറ്റ് മെഷീൻ ഈസ് കോൾഡ് സ്പൈറോമീറ്റർ. ആ മെഷീനെ വിളിക്കുന്ന പേരാണ് സ്പൈറോമീറ്റർ. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് സ്പൈറോമെട്രി.
നോക്ക്, നമ്മൾ നോർമലി നമ്മൾ ആരോടും പറയാതെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നില്ലേ, 500 ml എയറിന് ഉള്ളിലേക്ക് എടുക്കും, 500 ml പുറത്തോട്ട് വിടും. ദാറ്റ് ഈസ് കോൾഡ് ടൈഡൽ വോളിയം. വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ 500 ml ആണത് ടൈഡൽ വോളിയം. ഇനി നമ്മൾ ഒരു മിനിറ്റിൽ 12 to 16 ആണ് നമ്മുടെ നോർമൽ റെസ്പിറേറ്ററി റേറ്റ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, ഒരു മിനിറ്റിൽ നമ്മൾ എത്ര ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടാവും? 12 തവണയാണ് ബ്രീത്ത് ചെയ്യുന്നതെങ്കിൽ എത്ര തവണ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്? 12 തവണ ഉള്ളിലേക്കും പുറത്തേക്കും വിടുന്നുണ്ട്. അപ്പോൾ 12 × 500 ടോട്ടൽ 6000 ml എയറിനെ നമ്മൾ ഉള്ളിലേക്കോ പുറത്തേക്കോ വിടുന്നുണ്ട് ഒരു മിനിറ്റിൽ. ഇനി 16 തവണയാണെങ്കിൽ ആലോചിച്ച് നോക്കി, 8000 ml. അതാണ് ഒരു മിനിറ്റിൽ ഒരാൾ, ഒരു നോർമൽ പേഴ്സൺ 6000 to 8000 ml എയറിനെ ഉള്ളിലേക്കോ പുറത്തോട്ടോ വിടും. ഓക്കെ, ഇനി അടുത്താണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ടൈഡൽ വോളിയം പഠിച്ചു. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഒന്നും ഉപയോഗിക്കാതെ നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ 500 എടുക്കും. ഇനി ഫോഴ്സ് ഉപയോഗിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ എടുക്കാൻ പറ്റും. അതിനാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുക. ദ എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. മറ്റേതല്ല, ഫോഴ്സ് ഉപയോഗിച്ച് എത്ര എടുക്കാൻ പറ്റും, അതാണ് 2500 to 3000 ml. പഴയ NCERT-യിൽ ഈ എന്താ പറയുക, ഇതിൻ്റെ ഡെഫിനിഷൻ വേറെ ആയിരുന്നു. പുതിയ NCERT-യിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുതിയത് പഠിച്ചാൽ മതി. 2500 to 3000 ml ആണ് IRV. വാല്യൂ പഠിക്കണേ. ഇനി എക്സ്പിരേറ്ററി റിസർവ് വോളിയം ഇതേപോലെ. നോർമലി നിങ്ങൾക്ക് എത്ര വിടാൻ പറ്റും? 500. ഇനി ഫോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര വിടാൻ പറ്റും? 1000 to 1100. അതാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ, അതാണ് ERV. ഇനി അടുത്ത റെസിഡുവൽ വോളിയം. നിങ്ങൾ എത്ര ഫോഴ്സ് ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്താലും നിങ്ങളുടെ ലങ്ങിൽ കുറച്ച് എയർ ബാക്കി നിൽക്കും. ദാറ്റ് ഈസ് റെസിഡുവൽ വോളിയം. വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. എത്ര ഊതി നിങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ഉള്ളിൽ കുറച്ച് എയർ ബാക്കി നിൽക്കും. ദാറ്റ് ഈസ് റെസിഡുവൽ വോളിയം. 1100 to 1200 ml. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വോളിയങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂസ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് കപ്പാസിറ്റി, റെസ്പിറേറ്ററി കപ്പാസിറ്റീസ്. ആദ്യം തന്നെ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ കാണാതെ പഠിച്ചേക്ക്. നിങ്ങളൊരു നോർമൽ എക്സ്പിരേഷൻ നടത്തി നോക്ക്. അതിനുശേഷം നിങ്ങൾക്ക് മാക്സിമം എത്ര എടുക്കാൻ പറ്റും? ഒരു നോർമൽ ഇൻസ്പിരേഷൻ പോസിബിൾ ആണ്, പിന്നെ ഫോഴ്സ്ഫുള്ളും പോസിബിൾ അല്ലേ. അപ്പോൾ ഒരു നോർമൽ എക്സ്പിരേഷൻ്റെ ശേഷം ലുക്ക്, ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ടോട്ടൽ വോളിയം ഓഫ് എയർ. ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ടോട്ടൽ വോളിയം ഓഫ് എയർ. അതിൽ എന്തൊക്കെ വിടുന്നുണ്ട്? ടൈഡൽ വോളിയവും IRVയും കൂടെ. അതാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. ഇനി എക്സ്പിരേറ്ററി കപ്പാസിറ്റി നേരെ ഓപ്പോസിറ്റ്. ഒരു നോർമൽ ഇൻസ്പിരേഷൻ്റെ ശേഷം പരമാവധി എത്ര പുറത്തോട്ട് വിടാൻ പറ്റും? അതാണ് എക്സ്പിരേറ്ററി കപ്പാസിറ്റി. നോർമൽ ഇൻസ്പിരേഷൻ ചെയ്ത് നോക്ക്, അതിനുശേഷം എത്ര വിടാം? നോർമലി 500 വിടാം, ഫോഴ്സ് ഉപയോഗിച്ച് വീണ്ടും വിടാം. അപ്പോൾ TV + TVയും വിടാം, ERVയും വിടാം. ദാറ്റ് ഈസ് എക്സ്പിരേറ്ററി കപ്പാസിറ്റി. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. എന്താ റെസിഡുവൽ വോളിയം? ഫോഴ്സ് ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്താലും ലങ്ങിൽ നിൽക്കുന്ന എയറിനെയാണ് റെസിഡുവൽ വോളിയം എന്ന് വിളിക്കുക. നിങ്ങൾ നോർമൽ എക്സ്പയർ ചെയ്ത് നോക്ക്, ഇപ്പോൾ എത്രയുണ്ട്? അതിനെയാണ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് വിളിക്കുക. ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ ലങ്ങിൽ ബാക്കിയാവുന്ന എയർ. ദാറ്റ് ഈസ് RV + ERV ചെയ്യണം കേട്ടോ. ആ ഇക്വേഷനും കാണാതെ പഠിച്ചേക്ക്, RV + ERV. അടുത്താണ് വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി പറഞ്ഞാൽ നന്നായി ശ്രദ്ധിച്ചോ. നിങ്ങളൊരു ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ നടത്തുക, എന്നിട്ട് പരമാവധി പുറത്തോട്ട് വിടാൻ ശ്രമിച്ചു നോക്ക്. എത്രത്തോളം വിടാൻ പറ്റുമോ അതാണ് അതാണ് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി. So the maximum air a person can breathe out after a forced inspiration. ഒരു ഫോഴ്സ്ഡ് ഇൻസ്പിരേഷന് ശേഷം പരമാവധി എത്ര ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റും, പരമാവധി എത്ര എക്സ്പയർ ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് വൈറ്റൽ കപ്പാസിറ്റി. അത് കാണുന്ന ഇക്വേഷൻ വൈറ്റൽ കപ്പാസിറ്റി = TV + IRV + ERV. മൂന്നും കൂടെ കൂട്ടിയാൽ മതി. ഇനി വൈറ്റൽ കപ്പാസിറ്റി നേരെ ഓപ്പോസിറ്റും പറയടാ. ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ്റെ ശേഷം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ്റെ ശേഷം പരമാവധി എത്ര ഇൻസ്പയർ ചെയ്യാൻ പറ്റും, അതിനെയും നമുക്ക് വൈറ്റൽ കപ്പാസിറ്റി എന്ന് വിളിക്കാം. ഒന്നുകിൽ ഞാൻ ഈ പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആലോചിക്കുക. രണ്ടും വൈറ്റൽ കപ്പാസിറ്റിയാണ്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ടോട്ടൽ ലങ് കപ്പാസിറ്റി. വാട്ട് ഈസ് ടോട്ടൽ കപ്പാസിറ്റി? നമ്മുടെ ലങ്ങിൽ മാക്സിമം എത്ര എയറിനെ കൊള്ളിക്കാൻ പറ്റും? മാക്സിമം ഫോഴ്സ് ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്താൽ നമ്മുടെ ലങ്ങിൽ ടോട്ടൽ എത്ര എയറിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും? അതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ക്ലിയർ ആണല്ലോ? അത് കാണാൻ നിങ്ങൾ പഠിച്ച 4 വോളിയങ്ങൾ കൂട്ടിയാൽ മതി. നിങ്ങൾ TV പഠിച്ചിട്ടുണ്ട്, IRV പഠിച്ചിട്ടുണ്ട്, ERV പഠിച്ചിട്ടുണ്ട്, +RV. ഈ 4 വോളിയം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഐ എം ഡാം ആൻഡ് ഷുവർ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അപ്പോൾ നമ്മളങ്ങനെ ബ്രീത്തിങ് ഒക്കെ നടത്തി ഗ്യാസ് ആൽവിയോളസിലേക്ക് എയർ എത്തിയിട്ടുണ്ട്. ഈ എയറിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് പോകണം, ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു വരണം. ഈ പ്രോസസ് എങ്ങനെയാണ് നടക്കുക എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. എങ്ങനെയാണ് നടക്കുക? സിമ്പിൾ ഡിഫ്യൂഷൻ. ഇതേപോലെ നമുക്ക് ബ്ലഡ് ടിഷ്യൂലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബ്ലഡിൽ നിന്ന് ഓക്സിജൻ ടിഷ്യൂവിന് കിട്ടണം, കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു വരണം. സോ ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് എക്സ്ചേഞ്ചും നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ്. പ്രൈമറി എക്സ്ചേഞ്ച് സൈറ്റ് ഏതാണെന്നറിയോ? ആൽവിയോളസ് ആട്ടോ. പ്രൈമറി എക്സ്ചേഞ്ച് സൈറ്റ് ആൽവിയോളസ് ആണ്. അത് ചോദിച്ചേക്കാം.
എനിവേ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, അവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വേണം. ഒരു സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ ഒരാളുടെ കോൺസെൻട്രേഷൻ ഒരിടത്ത് കൂടുതലും മറ്റേടത്ത് കുറവായിരിക്കണം. അപ്പോൾ അതാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. 2, ഈ ഡിഫ്യൂഷൻ നടക്കുന്ന മെംബ്രെയിൻ, ഇപ്പോൾ ഇവിടെ നോക്ക്, ഡിഫ്യൂഷൻ നടക്കുന്ന ഈ ലേയേഴ്സിലൂടെ ഒക്കെയാണ്. ആ മെംബ്രെയിൻ്റെ തിക്നെസ് കുറവായിരിക്കണം. 2, ഡിഫ്യൂഷൻ നടക്കുന്ന ഗ്യാസുകൾ സോല്യൂബിൾ ആയിരിക്കണം. ഇതെല്ലാം ഇവിടെ ഓക്കെയാണ്. ഇവർക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കും. അപ്പോൾ നമ്മൾ ആൽവിയോളസിൻ്റെ പണി എന്താ? ബ്ലഡിലേക്ക് ഓക്സിജൻ നടക്കുക. അപ്പോൾ ആൽവിയോളസിലേക്ക് വരുന്ന ബ്ലഡ് ഏതായിരിക്കും? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. എടാ, ആൽവിയോളസിന് അതിൻ്റെ പണി ഓക്സിജൻ നടക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് വീണ്ടും ആൽവിയോളസിലേക്ക് വരേണ്ട കാര്യമുണ്ടോ? ബ്ലഡിന് എന്താ പ്രാന്തോ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ് ആൽവിയോളസിലേക്ക് വരിക. ഇനി ടിഷ്യൂവിന് എന്തിനാണ് ബ്ലഡ് കിട്ടേണ്ടത്? ഓക്സിജൻ വേണ്ടിയിട്ട് അല്ലേ. ഇപ്പോൾ ടിഷ്യൂലേക്ക് ഏത് ബ്ലഡ് ആയിരിക്കും പോകുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡാണ് ടിഷ്യൂലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കാര്യം ആദ്യം ഓർത്തിരിക്കണം. എന്നിട്ട് നമുക്ക് പഠിക്കാം ആൽവിയോളസിലെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ. നമ്മൾ പാർഷ്യൽ പ്രഷറിൻ്റെ ടേംസിലാട്ടോ പറയാം. 104 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. അതേ സമയത്ത് അവിടേക്ക് വരുന്ന ബ്ലഡ് നോക്ക്, ഡിയോക്സിജനേറ്റഡ് ബ്ലഡാണ്, അവിടെ 40 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ട്. ഇനി തിക്നെസ് ഓഫ് ഇതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ 45 ആൽവിയോളസിൽ 40. സോ ഗ്രേഡിയൻ്റ് ഉണ്ട്. അപ്പോൾ ഗ്രേഡിയൻ്റ് ഓക്കെ ആണ്. ഇനി നമുക്ക് തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ അല്ലേ. നമ്മൾ ഈ തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ലെയർ കാണാൻ പറ്റും. എപ്പിത്തീലിയം ഓഫ് ആൽവിയോളസ് ഉണ്ട്, എൻഡോത്തീലിയം ഓഫ് കാപ്പില്ലറി ഉണ്ട്, അതിൻ്റെ ഇടയിൽ ബേസ്മെൻറ്റ് ലെയർ ഉണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ കൂട്ടിയാലും തിക്നെസ് ഈസ് ലെസ് ദാൻ 1 മില്ലിമീറ്റർ. സോ സ്വാഭാവികമായിട്ട് തിക്നെസ് കുറവാണ്. ഇനി നമ്മൾ സോലിബിലിറ്റി നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലിബിലിറ്റി ആക്ച്വലി ഓക്സിജനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഡിഫ്യൂഷൻ്റെ ടെൻഡൻസി എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിന് ഓക്സിജനേക്കാൾ കൂടുതലാണ്. ഇനി പക്ഷേ രണ്ടാളും സോലിബിൾ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത് കാണിക്കുന്ന ഒരു ഡയഗ്രാണ്. യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. യു ട്രൈ ടു പോസ് ദ വീഡിയോ ആൻഡ് ആൻസർ. ഇനി അടുത്തത് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. ഈ ഗ്യാസുകൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുക? ആൽവിയോളസിൽ നിന്ന് ബ്ലഡിലേക്ക് ഓക്സിജൻ എത്തിക്കഴിഞ്ഞാൽ ആ ഓക്സിജൻ്റെ 97% RBCക്കുള്ളിലേക്ക് കയറിയിട്ട് ഹീമോഗ്ലോബിനിലേക്ക് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഓക്സി ഹീമോഗ്ലോബിൻ രൂപപ്പെടും 97%. ഈ ബ്ലഡ് നേരെ ടിഷ്യൂലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ RBCക്കുള്ളിലുള്ള HbO2 ഓക്സി ഹീമോഗ്ലോബിൻ ഇല്ലേ, അത് ഡിസോസിയേറ്റ് ചെയ്യുകയും ആ ഓക്സിജൻ നേരെ ടിഷ്യൂലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വെച്ച് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു, ടിഷ്യൂലെത്തുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്യുന്നു. എന്നാൽ 3% ഓക്സിജൻ ബ്ലഡിൽ ഡിസോൾവ് ചെയ്തിട്ട്, ബ്ലഡിലെ വാട്ടർ ഉണ്ടല്ലോ, വെള്ളം, അതിൽ ഡിസോൾവ് ചെയ്ത് കിടക്കുക ചെയ്യുക. എന്നിട്ട് നേരെ പോകുന്നു, ടിഷ്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന ആളും ടിഷ്യൂലേക്ക് കയറിപ്പോകും. അവരുടെ ട്രാൻസ്പോർട്ട് നടക്കുന്ന ഡിസോൾവ്ഡ് സ്റ്റേറ്റിലാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കൂ, എന്തുകൊണ്ടാണ് ടിഷ്യൂവിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ നടക്കുന്നത്? ആൽവിയോളസിൽ ഫോർമേഷൻ നടക്കുന്നത്, ടിഷ്യൂവിൽ എന്തുകൊണ്ടാണ് ഡിസോസിയേഷൻ നടക്കുന്നത്? നോക്കാം. ടിഷ്യൂവിൽ എന്തുകൊണ്ട് ആൽവിയോളസിൽ ഫോം ചെയ്യുന്നു ഓക്സി ഹീമോഗ്ലോബിൻ, ടിഷ്യൂവിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നു. സോ വൈ ദാറ്റ് ടേക്സ് പ്ലേസ്? നമുക്ക് നന്നായി ശ്രദ്ധിച്ചോ. ആൽവിയോളസിൽ ഫോർമേഷന് ഫേവറബിൾ ആവുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നോക്കൂ, ഫോർമേഷൻ, ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷനെയും ഡിസോസിയേഷനെയും ഫേവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി ഫാക്ടർ PO2 ആണ്. പ്രൈമറി ഫാക്ടർ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ഒരു പാർഷ്യൽ പ്രഷറാണ്. അത് ആൽവിയോളസിൽ കൂടുതലാണ്. PO2 ഈസ് ദ പ്രൈമറി ഫാക്ടർ. ഇറ്റ് ഈസ് മോർ ഇൻ ആൽവിയോളസ്. അടുത്താണ് PCO2. ഇറ്റ് ഈസ് ലോ ഇൻ ആൽവിയോളസ്. അടുത്താണ് H+ കോൺസെൻട്രേഷൻ. അതും ആൽവിയോളസിൽ കുറവാണ്. അടുത്ത ടെമ്പറേച്ചർ, അതും ആൽവിയോളസിൽ കുറവാണ്. സോ ഓൾ ദീസ് ഫേവർ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. ഇനി ടിഷ്യൂവിൽ എത്തുമ്പോഴോ, ടിഷ്യൂവിൽ നിങ്ങൾക്കറിയാം PO2 എന്തായാലും കുറവായിരിക്കും, ബാക്കിയെല്ലാം കൂടുതലാണ്. സോ ഇറ്റ് ഫേവർ ഡിസോസിയേഷൻ. സിമ്പിൾ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ഫാക്ടേഴ്സ് നമ്മളോട് ചോദിച്ചേക്കാം. അടുത്താണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഇതൊന്നുമില്ല, ഇറ്റ്സ് എ ഗ്രാഫ് പ്ലോട്ടഡ് ബിറ്റ്വീൻ, നമ്മൾ എക്സ് ആക്സിസിൽ PO2 എടുക്കുക, വൈ ആക്സിസിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. അത് കാണാതെ പഠിച്ചോ. ഒന്നുമില്ല, നിങ്ങളുടെ ബ്ലഡിൽ ഇപ്പോൾ 1 ml ബ്ലഡ് എടുക്കുക, 1 ml ബ്ലഡ്, അതിൽ 100 ഹീമോഗ്ലോബിൻ ഉണ്ട്. ആ 100 ഹീമോഗ്ലോബിനും ഓക്സിജനിലേക്ക് ബൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ 100 ആണ്. 70 എന്നാണ് ഓക്സിജനിലേക്ക് ബൈൻഡ് ആയിട്ടില്ലെങ്കിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ 70. 50 എണ്ണാണെങ്കിൽ 50. ദാറ്റ് ഈസ് എത്രത്തോളം ഓക്സിജനും ഹീമോഗ്ലോബിനും ബൈൻഡ് ആയി എന്നുള്ളതാണ് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ എന്ന് പറയുന്നത്. അതിനെ വൈ ആക്സിസിൽ എടുത്ത് വരയ്ക്കുന്ന ഗ്രാഫാണ് ODC. ODCയുടെ നോർമൽ നമ്മൾ ഗ്രാഫ് വരച്ച് എങ്ങനെ ഒരു ഷേപ്പ് ആക്കിയിട്ട് ദിസ് ഈസ് കോൾഡ് സിഗ്മോയിഡ് കർവ്. ഈ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് സിഗ്മോയിഡ് കർവ്. ഇനി ODCയുടെ യൂസ് എന്താ? ഒരു മനുഷ്യൻ്റെ നോർമൽ ODC ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അയാളുടെ ബോഡിയിലേക്ക്, ഇപ്പോൾ അയാളുടെ ബോഡിയിലേക്ക് കുറേ കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ അയാളൊരു മാസ്ക് വെച്ച് അതിലൂടെ കുറേ കാർബൺ ഡൈ ഓക്സൈഡ് കയറ്റി വിട്ടു, ഇങ്ങനെ പിടിച്ചിട്ട് ഒരു പൈപ്പൊക്കെ കണക്ട് ചെയ്തിട്ട്. അപ്പോൾ അയാളുടെ ODCക്ക് എന്ത് സംഭവിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നോർമലി കിട്ടേണ്ട ODC ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ ഗ്രാഫ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചു, ഒരാളുടെ ബോഡിയിലെ ചില കണ്ടീഷൻസ് മാറിയപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചു, ODC റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഇറ്റ് ഫേവർ ഡിസോസിയേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് പറയാം CO2 ഒരാളുടെ ബോഡിയിലേക്ക് കുത്തി കയറ്റിയപ്പോൾ ഗ്രാഫ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയി. സോ ഇറ്റ് ഫേവർ ഡിസോസിയേഷൻ. ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് ഫേവറിംഗ് ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ ഷിഫ്റ്റ് ODC ടു റൈറ്റ് സൈഡ്. ഇനിയിപ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷനെ ഫേവർ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ബോഡിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്രാഫ് നേരെ നിങ്ങൾക്ക് നോർമലിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലാക്കി കിട്ടുക. ദാറ്റ് ലീഡ് ടു ലെഫ്റ്റ് ഷിഫ്റ്റ് ഓഫ് ODC കർവ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി നോക്ക്, ഓരോ 100
100 ml ഓക്സിജനേറ്റഡ് ബ്ലഡും നമ്മുടെ ടിഷ്യൂവിന് 5 ml ഓക്സിജൻ കൊടുക്കും. എത്ര ml ഓക്സിജനാണ് ടിഷ്യൂവിന് കൊടുക്കുക? 5 ml. ഓരോ 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡും ശരിക്കും 20 ml ഓക്സിജൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ടിഷ്യൂലേക്ക് വരുന്നേ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇല്ലേ, അതിൽ ഓരോ 100 ml അടുത്തും 20 ml ഓക്സിജൻ ഉണ്ട് 100 ml ബ്ലഡിൽ. പക്ഷേ ടിഷ്യൂവിന് എത്രേ കൊടുക്കുകയുള്ളൂ? ഇത് കൊടുക്കണ കണക്കാണ് 5 ml ടിഷ്യൂവിന് കൊടുക്കത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ CO2 ട്രാൻസ്പോർട്ട് തീരാൻ പോവാണ് കേട്ടോ. ഇനി അടുത്ത CO2 ട്രാൻസ്പോർട്ട് നോക്ക്. ടിഷ്യൂവിൽ നിന്ന് വരുന്ന CO2 ഉണ്ടല്ലോ, അതിൻ്റെ 7% ബ്ലഡിൻ്റെ പ്ലാസ്മയിൽ ലയിക്കും. 7% പ്ലാസ്മയിൽ ലയിച്ച് കിടക്കും ടിഷ്യൂവിൽ നിന്ന് വരുന്ന CO2. ബാക്കി കുറച്ച് ആളുകൾ ഒരു 20 to 25% നമ്മുടെ RBCയിലുള്ള ഹീമോഗ്ലോബിനിലേക്ക് ബൈൻഡ് ചെയ്യും. അങ്ങനെ കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? കാർബമിനോ ഹീമോഗ്ലോബിൻ. നമുക്ക് ഓരോ ഹീമോഗ്ലോബിനിലേക്കും 4 ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യൂലേ, ആ സമയത്ത് ഓരോ ഹീമോഗ്ലോബിനിലേക്കും 4 ഓക്സിജൻ ബൈൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഓരോ ഹീമോഗ്ലോബിനിലേക്കും 4 കാർബൺ ഡൈ ഓക്സൈഡിന് വെച്ച് ഇവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. എന്താ ഉണ്ടാവുക? കാർബമിനോ ഹീമോഗ്ലോബിൻ ആണ് അത് രൂപപ്പെടും. ഒരു 20 to 25% കാർബൺ ഡൈ ഓക്സൈഡ് ആ രൂപത്തിലേക്ക് മാറും. ഇനി ബാക്കി ഒരു 70% എന്താ ഉണ്ടാവുക എന്നറിയോ? അയാൾ വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കും ഇൻ ദ പ്രസൻസ് ഓഫ് എൻ എൻസൈം കോൾഡ് കാർബോണിക് എൻഹൈഡ്രേസ്. എന്താണ് കാർബോണിക് എൻഹൈഡ്രേസ്? അങ്ങനെ റിയാക്ഷൻ നടന്നിട്ട് അവസാനം H+ഉം HCO3- ഉണ്ടാവും. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് കേട്ടോ. 2 സ്റ്റെപ്പിനെയും കാർബോണിക് എൻഹൈഡ്രേസ് ആണ് കാറ്റലൈസ് ചെയ്യുക. അങ്ങനെ എനിവേ HCO3- ബൈകാർബണേറ്റ് ഉണ്ടാവും. ഈ ബൈകാർബണേറ്റ് RBCയിൽ നിന്ന് പ്ലാസ്മയിലേക്ക് വരും. അങ്ങനെ പ്ലാസ്മയിൽ കിടക്കും. ഈ രൂപത്തിലാണ് ഇവരുടെ ട്രാൻസ്പോർട്ട് നടക്കുക. ഇനി ഇവർ നേരെ ആൽവിയോളസിൽ എത്തിയാലോ? ഈ ബൈകാർബണേറ്റ് RBCയുടെ ഉള്ളിലേക്ക് തന്നെ കയറും. എന്നിട്ട് H+ഉമായിട്ട് റിയാക്ഷൻ നടന്ന് H2CO3 ഉണ്ടാവും. എന്നിട്ട് വീണ്ടും റിയാക്ഷൻ നടന്ന് H2Oയും CO2 ഉണ്ടാവും. ആ CO2 നേരെ ആൽവിയോളസിലേക്ക് കയറിപ്പോവും. അതേപോലെ HbCO2 ഡിസോസിയേറ്റ് ചെയ്തിട്ട് Hb+CO2വും അയാളും ആൽവിയോളസിലേക്ക് കയറിപ്പോവും. ഈ ഡിസോസിയേറ്റ് ചെയ്ത ആളും ആൽവിയോളസിലേക്ക് കയറിപ്പോവും. സോ ദിസ് ഈസ് ഹൗ ട്രാൻസ്പോർട്ട് ടേക്സ് പ്ലേസ്. ഇനി നമ്മുടെ ആൽവിയോളസിലേക്ക് വരുന്ന ഓരോ 100 ml ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ടല്ലോ, അത് ആൽവിയോളസിന് എത്ര ml കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്ന അറിയോ? 4 ml. ആൽവിയോളസിലേക്ക് ഓരോ തവണയും വരുന്ന 100 ml ബ്ലഡിൽ നിന്ന്, ഡിയോക്സി ബ്ലഡിൽ നിന്ന് ആൽവിയോളസിന് 4 ml കാർബൺ ഡൈ ഓക്സൈഡാണ് കിട്ടുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം. കൊണ്ടുവരുന്നത് 100 ml ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ ടോട്ടൽ 4 ml ഒന്നുമല്ല, ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. 52 ml കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. പക്ഷേ ആൽവിയോളസിന് എത്രേ കൊടുക്കുകയുള്ളൂ? കൊടുക്കുന്ന അളവ് പഠിച്ചാൽ മതി നിങ്ങൾ. 4 ml കൊടുക്കത്തുള്ളൂ. സോ നൗ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ അവസാന പോർഷനാണ് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. നമ്മുടെ ബ്രീത്തിങ് നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന കാര്യമാണെങ്കിലും നമുക്ക് ആ റെസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള സെൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ബ്രെയിനിലാണ്, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ്. ഒന്നാമത്തെ ആളാണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റയിലുള്ള റെസ്പിറേറ്ററി റിതം സെൻറ്റർ. അയാളാണ് പ്രൈമറി റെഗുലേറ്ററി സെൻറ്റർ ഓഫ് റെസ്പിറേഷൻ. അയാളാണ് ഇങ്ങനെ ഇൻവോളണ്ടറി ആയിട്ട് റെസ്പിറേഷൻ നടക്കാനുള്ള സിഗ്നൽസിനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. RR സെൻറ്റർ, റെസ്പിറേറ്ററി റിതം സെൻറ്റർ ഇൻ ദ മെഡുല്ല. ഇനി നമ്മുടെ പോൺസ് ഇല്ലേ, പോൺസ്, ദിസ് ഈസ് യുവർ പോൺസ്. അവിടെ P for പോൺസ് അല്ലേ, അവിടെ ന്യൂമോടാക്സിക്, P for പോൺസ് അങ്ങനെ പഠിച്ചാൽ മതി. ന്യൂമോടാക്സിക് സെൻറ്റർ ഉണ്ട്. അതിൻ്റെ ന്യൂമോടാക്സിക് സെൻറ്റർ അതിൻ്റെ പണി എന്താണെന്നറിയോ? ഇറ്റ് ഡിക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇൻസ്പിരേഷൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? സ്പീഡ് കൂടും. ഡ്യൂറേഷൻ കൂടി, ഇങ്ങനെ ഡ്യൂറേഷൻ കുറഞ്ഞു അല്ലേ. സോ ഇറ്റ് ഡിക്രീസ് ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ. അപ്പോൾ റേറ്റിന് എന്താ സംഭവിക്കുക? റേറ്റ് കൂട്ടും. ദർ ബൈ ഇൻക്രീസ് റെസ്പിറേറ്ററി റേറ്റ്. അതാണ് ന്യൂമോടാക്സിക് സെൻറ്റർ. ഇനി നോക്ക്, നമ്മുടെ മെഡുല്ലയിൽ തന്നെ റിതം സെൻറ്ററിൻ്റെ തൊട്ടടുത്തായി കീമോ സെൻസിറ്റീവ് ഏരിയ ഉണ്ട്. കീമോ സെൻസിറ്റീവ് ഏരിയയുടെ പ്രത്യേകത, ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു CO2 ആൻഡ് H+. നമ്മുടെ ബോഡിയിൽ ഇത് കൂടിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ CO2 H+ കൂടിയ കീമോ സെൻസിറ്റീവ് ഏരിയ ആക്ടിവേറ്റഡ് ആവുകയും ഇറ്റ് സെൻഡ് സിഗ്നൽ ടു RR സെൻറ്റർ ടു എലിമിനേറ്റ് CO2 ആൻഡ് H+ ഫാസ്റ്റ്ലി. അതായത് ബ്രീത്തിങ്ങിൻ്റെ റേറ്റ് ഒക്കെ കൂട്ടിയിട്ട് CO2 ആൻഡ് H+ റിമൂവ് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കും. ഇനി അടുത്തത് CO2നോടും H+നോടും സെൻസിറ്റീവായ മറ്റൊരു സെൻറ്റർ നമ്മുടെ അയോട്ടിക് ആർച്ചിലുണ്ട്. എന്താ അയോട്ടിക് ആർച്ച്? നമ്മുടെ അയോട്ട ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു ആർച്ച് ഫോം ചെയ്യുന്നുണ്ട്. അയോട്ടിക് ആർച്ചിലുണ്ട്. അതുപോലെ കരോട്ടിഡ് ആർട്ടറി, നമ്മുടെ അയോട്ടയിൽ നിന്ന് ഇങ്ങനെ വരുന്നത്, നിങ്ങൾ ഇവിടെ ഒരു പൾസേഷൻ കിട്ടും. ദിസ് ഈസ് കരോട്ടിഡ് ആർട്ടറി. ആ കരോട്ടിഡ് ആർട്ടറികളിലും നമുക്ക് ഇതുപോലെ തന്നെ കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ദേ ആർ കീമോ റിസെപ്റ്റേഴ്സ്. ദേ ആർ ഓൾസോ കീമോ റിസെപ്റ്റേഴ്സ് കേട്ടോ. ദേ ആർ ഓൾസോ സെൻസിറ്റീവ് ടു CO2 ആൻഡ് H+. അപ്പോൾ അത് കൂടിക്കഴിഞ്ഞാൽ റെസ്പിറേഷൻ്റെ റേറ്റ് കൂട്ടാനുള്ള സിഗ്നൽ ഇയാൾ ആരിലേക്ക് കൊടുക്കും കുട്ടികളെ? നേരെ കൊണ്ടുപോയിട്ട് റിതം സെൻറ്ററിലേക്ക് കൊടുക്കും. അപ്പോൾ എല്ലാവരും സിഗ്നൽ കൊടുക്കുന്നത് റിതം സെൻറ്ററിനാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ദ പ്രൈമറി റെഗുലേറ്ററി സെൻറ്റർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ റെസ്പിറേഷൻ്റെ റെഗുലേഷനിൽ ഓക്സിജൻ്റെ റോളിനേക്കാളും നമ്മൾ ആർക്കാ റോള് കാണുന്നത്? CO2 H+ കൂടുമ്പോഴാണ് നമ്മുടെ റെസ്പിറേഷൻ്റെ റേറ്റ് കാര്യമായിട്ട് സ്വാധീനിക്കപ്പെടുന്നത് അല്ലേ. സോ ദ റോൾ ഓഫ് ഓക്സിജൻ ഇൻ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ ഈസ് ക്വൈറ്റ് ഇൻസിഗ്നിഫിക്കൻറ്റ്. കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് ഓക്സിജൻ്റെ റോൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ നൗ
നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാണ്. യു ക്യാൻ ആൻസർ ഇറ്റ്. ഓക്കെ, ഫൈനൽ തിങ് ഡിസോർഡേഴ്സ്. ആദ്യത്തത് ആസ്മ. നമുക്ക് അലർജി കാരണം നമ്മുടെ ബ്രോങ്കസിൻ്റെയും ബ്രോങ്കിയോളിൻ്റെയും ഉള്ളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു വീസിങ് വലിവുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ, റെസ്പിറേഷന് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ, ദാറ്റ് ഈസ് ആസ്മ. എംഫിസിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽവിയോളസിൻ്റെ വാളുകൾ ഉണ്ടല്ലോ, അതിന് ഡാമേജ് സംഭവിക്കുക. സിഗരറ്റ് വലിയൊക്കെ പോലെയുള്ള കാരണം കൊണ്ട് ആൽവിയോളസിൻ്റെ വാളിന് ഡാമേജ് ഉണ്ടാവുക. അപ്പോൾ എന്താ, നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ചിൻ്റെ സർഫസ് കുറയില്ലേ, അതാണ് റെസ്പിറേറ്ററി സർഫസ് കുറയും. നോക്കൂ, ആൽവിയോളാർ വാൾസ് ഡാമേജ് ലീഡിങ് ടു റെഡ്യൂസ്ഡ് റെസ്പിറേറ്ററി സർഫസ് മെയിൻലി ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ്. അത് മാത്രമല്ല, മെയിൻലി ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ്, ദാറ്റ് ഈസ് എംഫിസിമ. ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ക്രോണിക് ആയിട്ട് നിരന്തരമായിട്ട് പൊടിപടലങ്ങളുമായിട്ട് നമ്മൾ കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ലങ്ങിൻ്റെ ഉള്ളിൽ ഫൈബ്രസ് ടിഷ്യൂ, ഫൈബ്രോസിസ് ഉണ്ടാവാൻ തുടങ്ങും, ഫൈബ്രസ് ടിഷ്യൂ വളരാൻ തുടങ്ങും. ദാറ്റ് ഈസ് ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. നൗ പോസ് ആൻഡ് ട്രൈ ടു ആൻസർ ദിസ്. ഓക്കെ, സോ അവസാനം തീർന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, ലവ് യു ഓൾ. നന്നായിട്ട് പഠിക്കുക.